അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫോക്കസ് അക്കാഡമിയുടെ പ്രീ സെഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന സെഷനിലാണ് നാം ഉള്ളത്. അബ്ബാസിദ് ലിറ്ററേച്ചറിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ അബ്ബാസി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ഏരിയയാണ്. ഒട്ടനവധി ലിറ്റററി ജോണറുകൾ ഈ പീരീഡിൽ ഉണ്ടായിട്ടുണ്ട്. ധാരാളം ലിറ്റററി ഫിഗേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ധാരാളം വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അദബിൽ പ്രത്യേകിച്ചും ധാരാളം വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ സയന്റിഫിക് ഏരിയ, പിന്നെ അതുപോലെ ഉലൂമു ശരിയ തുടങ്ങിയ വ്യത്യസ്ത ഏരിയകളിൽ രചനകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും അറിയുക എന്നുള്ളത് മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആർക്കും അനിവാര്യമായ കാര്യമാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഏരിയ അൽ മുഹദ്ദിസൂൻ ഫിൽ അസ്രിൽ അബ്ബാസ്. വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. കഴിഞ്ഞ സെഷനിൽ 2 ദിവസം മുമ്പ് നടന്ന സെഷനിൽ അൽ മുഫസ്സിറൂൻ ഫിൽ അസ്രിൽ അബ്ബാസിയാണ് കഴിഞ്ഞ വീക്കിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് അൽ മുഹദ്ദിസൂൻ ഫിൽ അസ്രിൽ അബ്ബാസിയാണ് നാം കൈകാര്യം ചെയ്യുന്നത്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഹദീസ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖ തന്നെ ക്രോഡീകരിക്കപ്പെടുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ഉണ്ടായിട്ടുള്ള ലിറ്ററേച്ചർ ആണെങ്കിൽ കൂടി അത് ക്രോഡീകരിക്കപ്പെടുന്നതും അതിൻ്റെ അനുബന്ധ പഠനങ്ങൾ നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട രചനകളും രചയിതാക്കളും ഒക്കെ ഉണ്ടാകുന്നത് അബ്ബാസി പീരീഡിലാണ്. അതുകൊണ്ട് അബ്ബാസി പീരീഡിൽ മാത്രമാണ് നമുക്ക് മുഹദ്ദിസുകളെ കുറിച്ച് അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നീട് വന്ന കാലഘട്ടത്തിൽ ഒന്നുകിൽ അതിൻ്റെ ഷുറൂഹുകൾ അല്ലെങ്കിൽ താരീഖാത്തുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൽമുർ റിജാൽ. സൗണ്ട് ഇല്ല? സൗണ്ട് കുറവാണോ? ക്ലിയർ ആണോ? സൗണ്ട് ഓഡിബിൾ ആണോ അല്ലെങ്കിൽ എന്ന് പറയട്ടോ. സൗണ്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഹദീസ് വിജ്ഞാന ശാഖയിൽ പിന്നീട് വന്നിട്ടുള്ള ശ്രമങ്ങളൊക്കെയും കോൺട്രിബ്യൂഷൻസ് അതുമായി ബന്ധപ്പെട്ട ഉലൂമുൽ ഹദീസുമായി ബന്ധപ്പെട്ട ഇൽമുർ റിജാൽ, ഇൽമുൽ ജർഹ് വ തഅദീൽ, അതുപോലെ തബഖാത്തുൽ മുഹദ്ദിസീന തുടങ്ങിയിട്ടുള്ള ഏരിയകളാണ്. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം മത്സര പരീക്ഷാർത്ഥികൾ എന്നുള്ള നിലക്ക് നമുക്കില്ല. എല്ലാത്ത റിസർച്ചും മറ്റൊക്കെ നടത്തുന്നവർക്ക് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ മതവിജ്ഞാന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഏരിയകളാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ അറിയേണ്ടത് അബ്ബാസി പീരീഡിലുള്ള മുഹദ്ദിസീങ്ങളെ കുറിച്ചും അവരുടെ സംഭാവനകളെ കുറിച്ചുമാണ് പരീക്ഷ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ നിലക്കാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ ഉണ്ടായിരിക്കുക. നേരെ ഇനി ആമുഖങ്ങളൊന്നും ഇല്ലാതെ സെഷനിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കമന്റ് ബോക്സിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയുന്ന കേൾക്കുന്നില്ലേ? ശബ്ദക്കുറവുണ്ടോ? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. അല്ലാത്തവര് ഒന്ന് റീജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് റേഞ്ചുള്ള അടുത്തേക്ക് മാറി നിൽക്കുകയൊക്കെ ചെയ്യാണ് വേണ്ടത്. ഒരാൾ മാത്രമാണ് സൗണ്ട് ഇല്ല എന്ന് പറയുന്നത്, ഫിദ ജബ്ബാർ. അവരെന്തെങ്കിലും ഒന്ന് റീജോയിൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. റേഞ്ചുള്ള അടുത്തേക്ക് മാറി നിന്നാൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. കമന്റ് ബോക്സിൽ ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൻ കാനൽ ബാഇസ് ലിൽ ബുഖാരി ലിതസ്നീഫി കിതാബിഹി സ്വഹീഹിൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് സ്വഹീഹുൽ ബുഖാരി. അസഹുൽ കിതാബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. അള്ളാഹുവിൻ്റെ കിതാബായിരിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ ശേഷം ലോകത്തെ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഗ്രന്ഥം, ഇസ്ലാമിക വിജ്ഞാന ശാഖയിൽ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അസഹുൽ കിതാബി ബഅദ കിതാബില്ലാഹി ഏതാണെന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം സ്വഹീഹുൽ ബുഖാരിയാണ്. അപ്പൊ ഈ സ്വഹീഹുൽ ബുഖാരി രചന നടത്താൻ ആരായിരുന്നു ഇമാം ബുഖാരിക്ക് പ്രേരകനായിട്ട് ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന് ആരാണ് പ്രേരണ നൽകിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം. പലരും ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ പ്രധാന ഗുരുവര്യൻ കൂടിയായിട്ടുള്ള ഉസ്താദ് കൂടിയായിട്ടുള്ള ആളാണ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി. അദ്ദേഹം ഹദീസ് വിജ്ഞാന ശാഖയിൽ വളരെ വലിയ പണ്ഡിതനാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്.
അദ്ദേഹമായിരുന്നു തൻ്റെ ശിഷ്യനായിട്ടുള്ള ഇമാം ബുഖാരിയോട് ഏറ്റവും സ്വഹീഹായ ഹദീസുകൾ മാത്രം, ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് നമുക്കറിയാം, അതിലേക്ക് നമ്മൾ പോണില്ല. ഒരുപാട് മൗദൂആത്ത് വരെ, ദഈഫായ ഹദീസുകൾക്ക് പുറമെ മൗദൂആത്ത് വരെ വന്നൊരു കാലഘട്ടമാണല്ലോ അത്. ഉമവി പീരീഡിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അതിന് ശേഷമൊക്കെ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ അതിനുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാരണത്താലാണ് സ്വഹീഹുകൾ മാത്രം ക്രോഡീകരിക്കാൻ തന്റെ ഉസ്താദ് ശിഷ്യനോട് ആവശ്യപ്പെട്ടു. അടുത്ത ചോദ്യം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് നോക്കാം. തീർച്ചയായും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. കാന മുസ്ലിം ബിൻ ഹജ്ജാജ് തിൽമീദൽ ഇമാമിൽ ബുഖാരി. മുസ്ലിം ബിൻ ഹജ്ജാജും ഇമാം ബുഖാരിയും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമാണ്. അതായത് ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ് മുസ്ലിം ബിൻ ഹജ്ജാജ്. നമുക്ക് മനസ്സിലാക്കിയതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒതന്റിക് ആയിട്ടുള്ള ഗ്രന്ഥം സ്വഹീഹ് മുസ്ലിമാണ്. ഈ സ്വഹീഹ് മുസ്ലിമിന്റെ രചയിതാവാണ് മുസ്ലിം ബിൻ ഹജ്ജാജ് എന്ന് പറയുന്ന മഹാനവറുകൾ. അപ്പൊ ഇമാം ബുഖാരിയുടെ ശിഷ്യൻ കൂടിയാണ് മുസ്ലിം ബിൻ ഹജ്ജാജ്. ഇമാം പിന്നെ സ്വഹീഹുൽ ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും രണ്ടുപേർക്കുമാണ് ഹദീസിന്റെ മേഖലയിൽ ഷെയ്ഖാനി എന്ന് പറയപ്പെടുന്നത്. ഒക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള സംഗതികളാണ്. ഹദീസ് വിജ്ഞാന ശാഖയിലെ ഷെയ്ഖാനി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഉത്തരം. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. ആകെ 2-3 പേരാണ് ഇപ്പോൾ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. കമന്റ് ബോക്സിൽ എല്ലാവരും ഉത്തരം ടൈപ്പ് ചെയ്യണം. ഇനി അറിയാത്താണെങ്കിൽ കൂടി ഒരു ശ്രമം നടത്താൻ എല്ലാവരും ഒന്ന് സന്നദ്ധത കാണിക്കും. ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരി, അൽ ജാമിഉ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയാണ്. സ്വഹീഹുൽ ബുഖാരി പൂർത്തീകരിക്കാൻ എത്ര വർഷമാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. സ്വഹീഹുൽ ബുഖാരി പൂർത്തീകരിക്കാൻ ഇമാം ബുഖാരി എത്ര വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്? പലരും എ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്, പലരും ബി ആണ്. എയും ബിയും ആണ് എല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും കറക്റ്റ് ഉത്തരം നോക്കാം. ഉത്തരം എ മാത്രമാണ് ശരി. 16 വർഷമാണ്. 16 വർഷം കൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരി മഹാനവറുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 16 എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാണ്ട് ഓർപ്പിച്ചിരിക്കുക, ഉപകാരപ്പെടും. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് കമന്റ് ബോക്സിൽ. ഓക്കെ, എല്ലാവരും ഡി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഉത്തരം തീർച്ചയായും ഓപ്ഷൻ ഡി തന്നെയാണ്. ഇമാം അൽ ബുഖാരിയാണ്. ഇമാം അൽ ബുഖാരിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്രദ്. പക്ഷേ അൽ അദബുൽ മുഫ്രദിന് ഒരിക്കലും സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു സ്ഥാനം, അസഹ് എന്നുള്ള സ്ഥാനമൊന്നുമില്ല. അൽ അദബുൽ മുഫ്രദ് ഹദീസുകളുടെ സമാഹാരം തന്നെയാണ്. പക്ഷേ അതിൽ പൂർണ്ണമായിട്ടും സ്വഹീഹായിട്ടുള്ളത് മാത്രമൊന്നല്ല. ആ ഒരു കാറ്റഗറിയിൽ, സ്വഹീഹുൽ ബുഖാരിയുടെ കാറ്റഗറിയിലൊന്നും വരുന്നതല്ല. പക്ഷേ ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു രചനയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇമാം ബുഖാരിയുടെ വളരെ പ്രധാനപ്പെട്ട, പലപ്പോഴും നമ്മുടെ ഈ മത പാഠശാല സിലബസുകളിലൊക്കെയും പഠിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസ് ഗ്രന്ഥം തന്നെയാണ് അൽ അദബുൽ മുഫ്രദ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത് അസ്വഹാഹു സിത്ത വ അസ്ഹാബുഹ. നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഹദീസ് വിജ്ഞാന ശാഖയിൽ ക്വസ്റ്റ്യൻ വരുന്ന 6 ഗ്രന്ഥങ്ങൾ, അവയുടെ രചയിതാക്കൾ, അത് മാത്രമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അവസാന ഭാഗത്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്ക് ഈ ഏരിയ കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഒന്നാമതായിട്ട് ഉള്ള സ്വഹീഹായിട്ടുള്ള ഗ്രന്ഥം അൽ ജാമിഉ സ്വഹീഹ് ലിൽ ഇമാമിൽ ബുഖാരി. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇമാം ബുഖാരിയുടെ ജനന മരണ വർഷങ്ങളാണ്. ഹിജ്റ 194 ജനിക്കുന്നു, ഹിജ്റ 256 വഫാത്താകുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഹദീസ് മേഖലയിലൊക്കെ പഠനം നടത്തുന്നവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇവരുടെ ജനന മരണ വർഷങ്ങളെ കുറിച്ചൊക്കെ. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് വായിച്ചു പോകാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അവ്വല മൻ ഹാവല ദാലിക ഇസ്ഹാഖുൽ റാഹവൈഹി അല്ലദി മയ്യസ ബൈനൽ ഹദീസ് വൽ ഫിഖ്. ആദ്യമായിട്ട് ഒരു ഹദീസ് ഗ്രന്ഥം രചിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആള് ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഹദീസ് വേറെ ഫിഖ് എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചിട്ടുള്ളത്. നമുക്കറിയാം അതിന്റെ ഒരു സംഗതിയൊക്കെ.
നേരത്തെ ഹദീസ് വേറെ, ഫിഖ്ഹ് വേറെ, പിന്നെ അതുപോലെ അഖീദ വേറെ, തസവൂഫ് വേറെ, പിന്നെ തഫ്സീർ, അങ്ങനെ ഒന്നുമില്ല. തഫ്സീറും ഖുർആൻ വേറെ ഉണ്ട്. അല്ലാതെ ബാക്കിയുള്ള വിജ്ഞാന ശാഖകളൊക്കെയും പിന്നീടുണ്ടായിട്ടുള്ളതാണ്. ഫിഖ്ഹ് ഒക്കെയും പിന്നീടുണ്ടായിട്ടുള്ളതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഹദീസ് വേറെ ഫിഖ്ഹ് വേറെ തരംതിരിക്കുന്നത് ഇസ്ഹാഖുൽ റാഹവൈഹിയാണ്. അതിനു മുമ്പ് ഹദീസിൽ നിന്ന് തന്നെയാണ് ആളുകൾ അവരുടെ ഫിഖ്ഹിയായ കാര്യങ്ങളൊക്കെയും നിർദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ വിഷയമാണ് അവിടെ ആദ്യമായിട്ട് പറഞ്ഞത്. ഇനി സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ് മഹാനായ ഇമാം ബുഖാരിയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമമാണ് പറയുന്നത്. ഇതൊന്ന് ഓർത്തിരിക്കണം. അൽ ഇമാം അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ജഅഫി. മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നുള്ള നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. അബു അബ്ദില്ല എന്നുള്ളതൊക്കെ കുഞ്ഞിയത്തൊക്കെ പഠിച്ചില്ലെങ്കിലും മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ഉരിദൽ ഇമാം അൽ ബുഖാരി ബി ബുഖാറ മിൻ ഉസ്ബെക്കിസ്ഥാൻ. നമുക്കറിയാവുന്ന ഇപ്പോഴുള്ള ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പ്രദേശമാണ് ബുഖാറ എന്ന് പറയുന്നത്. ഈ ബുഖാറയിലാണ് മഹാനവറുകൾ ഹിജ്റ 194 ജനിക്കുന്നത്. യതീമായിട്ടാണ് ബുഖാറയിൽ തന്നെ വളരുന്നത്. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ ഖുർആൻ ഹൃദിസ്ഥമാക്കി. പിന്നീട് 9ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയതിനു ശേഷം 9ാമത്തെ വയസ്സിൽ ഹദീസ് വിജ്ഞാന ശാഖയിലേക്ക് കടന്നു. അത് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ അഹ്മദുമായിട്ട് ഖറജ മഅ അഖീഹി അഹ്മദുമായിട്ട് അതുപോലെ ഉമ്മയുടെയും കൂടെ മക്കയിലേക്ക് പുറപ്പെട്ടു. പിന്നീട് സഹോദരനും ഉമ്മയും ബുഖാറയിലേക്ക് തന്നെ തിരിച്ചു വന്നെങ്കിലും ഖറജ അഖൂഹു വ ഉമ്മുഹു വബഖിയൽ ഇമാം യത്ലുബുൽ ഹദീസ, അവിടെ തന്നെ പിന്നെ മക്കയിൽ തന്നെ അദ്ദേഹം ഹദീസ് പഠിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ദാലിക ഫി സാദിസ അശറ മിൻ ഉമരിഹി. ഈ മക്കയിൽ അദ്ദേഹം പഠനം നടത്തുന്നത് 16ാമത്തെ വയസ്സിലാണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ പറയുന്നത്. പിന്നീട് റഹലയില കസീരി മിനൽ ബിലാദിൽ മുഖ്തലിഫ യത്ലുബുൽ ഹദീസ. മക്കയിൽ നിന്ന് തുടങ്ങി ധാരാളം സ്ഥലങ്ങൾ, പ്രദേശങ്ങൾ, രാജ്യങ്ങൾ അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി, എവിടെയെങ്കിലും ഒരു ഷെയ്ഖ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ യാത്ര ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ, ഒമിൻ അയാനി തലാമീദിഹി, പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് മഹാനായ ഇമാം മുസ്ലിം അൽ ഹജ്ജാജ്, സ്വഹീഹ് മുസ്ലിമിന്റെ രചയിതാവ് മുസ്ലിം അൽ ഹജ്ജാജ്. മറ്റൊന്ന് തിർമിദി, അബൂ ഈസ തിർമിദി, പിന്നെ ജാമിഉ തിർമിദിയുടെ രചയിതാവ്. മറ്റൊന്ന് അന്നസ. ഇതൊക്കെയും സിഹാഉ സിത്തയുടെ പിന്നെ രചയിതാക്കൾ തന്നെയാണ്. ഇബ്നു ഖുസൈമ മറ്റൊന്നാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇബ്നു ഖുസൈമ എന്ന് തിരിച്ചു വായിക്കും. ഖദ് തറക്കൽ ബുഖാരി റഹിമഹുല്ലാ ദഖീറത്തൻ അളീമത്തൻ മിനൽ മുസന്നഫാത്ത്. ധാരാളം ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ നമുക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അൽ ജാമിഉൽ മുസ്നദ് സ്വഹീഹ് അൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വ അയ്യാമിഹി. ഇതാണ് നമ്മുടെ സ്വഹീഹുൽ ബുഖാരിയുടെ പൂർണ്ണനാമം. അൽ ജാമിഉൽ മുസ്നദ് സ്വഹീഹുൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വ അയ്യാമിഹി. ഇത് അജ്മഅൽ ഉലമാഉ, ഉലമാക്കളും വന്നുഖാദു, ഈ ഹദീസ് വിമർശകരൊക്കെയും ഐക്യകണ്ഠേന ഉറപ്പിച്ചിരിക്കുന്ന കാര്യം അന്നഹു അസഹു കിതാബിൻ ബഅദ കിതാബില്ലാഹി, അല്ലെങ്കിൽ അന്ന അസഹ കിതാബിൻ ബഅദ കിതാബില്ലാഹി ഹുവ സ്വഹീഹുൽ ബുഖാരി. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അത് എല്ലാ ഉലമാക്കളും ഐക്യകണ്ഠേന അനാണിമസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഖദ് ഇസ്തഗറഖത് 16 സനതൻ ലിഇത്മാമിൽ ജാമിഉ സ്വഹീഹ്. നമ്മുടെ സ്വഹീഹുൽ ബുഖാരി പൂർത്തീകരിക്കാൻ 16 വർഷമാണ് എടുത്തത്. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പലപ്പോഴും ചോദ്യത്തിൽ ചോദിക്കുന്ന ഒരു പോയിന്റാണ്, അദദു അഹാദീസിൽ ബുഖാരി എത്രയാണ്? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളുടെ എണ്ണം ആവർത്തനം കൂടാതെ എത്ര എണ്ണമാണെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം 4000 4000 ഹദീസുകളാണ്. പിന്നെ ഗൈരി തക്രാരിൻ, ആവർത്തനം കൂടാതെ 4000 ഹദീസുകളാണ് ഉള്ളത്. അതുകൂടി ഓർത്തിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് ഗ്രന്ഥങ്ങൾ, ഇമാം ബുഖാരിയുടെ മറ്റ് ഗ്രന്ഥങ്ങളാണ് താരിഖുൽ കബീർ, താരിഖുൽ ഔസത്ത്, അൽ ജാമിഉ സ്വഗീർ, അൽ അദബുൽ മുഫ്രദ്, അൽ ദുഅഫാഉ സ്വഗീർ, അൽ മുസ്നദുൽ കബീർ, തഫ്സീറുൽ കബീർ, കിതാബുൽ ഇൽം, കിതാബുൽ കുന. ഇതൊക്കെയും അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി സ്വഹീഹുൽ ബുഖാരിയുടെ പ്രധാനപ്പെട്ട ശറഹുകൾ, ലോകത്ത് എല്ലാവരും തദാവുൽ ചെയ്യുന്ന, എല്ലാവരും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ശറഹുകൾ, ഒന്ന് അലാമുസ് സുനൻ അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖാത്തിബിയുടേതാണ്. അൽ കവാക്കിബു ദറാരി, ഇതൊക്കെയും ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും എല്ലായിടത്തും. മുഹമ്മദ് ബിൻ യൂസുഫ് അൽ കർമാനി,
ഫത്ഹുൽ ബാരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഷർഹാണ് ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരി അഹ്മദ് ബിൻ ഹജർ അൽ അസ്ഖലാനിയുടേതാണ്. ഉംദത്തുൽ ഖാരി മഹ്മൂദ് ബിൻ അഹ്മദ് അൽ അയനിയുടേതാണ്. ഇർഷാദു സാരി അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖസ്ഖലാനിയുടേതാണ്. ഫൈദുൽ ബാരി ഇന്ത്യക്കാരനായ പണ്ഡിതനായിട്ടുള്ള അൻവർ ഷാ അൽ കശ്മീരിയുടെ, ദയൂബന്ദിലെ പ്രധാനപ്പെട്ട ഉസ്താദായിരുന്ന അൻവർ ഷാ അൽ കശ്മീരിയുടെ ഗ്രന്ഥമാണ് ഫൈലുൽ ബാരി. അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു താരീഖ് അതല്ലെങ്കിൽ ഷറഹ ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഫൈലുൽ ബാരിയെ കുറിച്ച്. ഓക്കെ, മൈക്ക് എല്ലാവരുടേതും മ്യൂട്ടാണെന്ന് ഒന്ന് ഉറപ്പിക്കണം. അടുത്തത് ജാമിഅ സ്വഹീഹുൽ ഇമാം മുസ്ലിം. ഇമാം മുസ്ലിമിന്റെ ജനനവർഷം 206, വഫാത്തായിട്ടുള്ളത് 261. അദ്ദേഹത്തിന്റെ പൂർണ്ണനാം അബുൽ ഹുസൈൻ മുസ്ലിം അൽ ഹജ്ജാജ് ഇബ്നു മുസ്ലിം ഇബ്നു വർദ നൈസാബൂരി. മുസ്ലിമിന്റെ ഹജ്ജാജ് എന്നുള്ള നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. ഹുവ മിൻ അഹമ്മി ഉലമാഇൽ ഹദീസ് നബവി ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഇതിൽ ഇമാം മുസ്ലിം ബിൻ നൈസാബൂരിലാണ് ഇമാം അവർകൾ ജനിച്ചിട്ടുള്ളത്. സന 206 ഹിജ്രി. ഫിഹി ഇഖ്തിലാഫു ബൈനൽ ഉലമാ. 206 ആണോ 205 ആണോ 200 അഭിപ്രായമുണ്ടായിരുന്നു. ഹുവ മുസന്നിഫു സ്വഹീഹി മുസ്ലിം. സ്വഹീഹി മുസ്ലിമിന്റെ രചയിതാവാണ്. അല്ലദീ യുഅ്തബറു സാനി അസ്വഹി കുതുബിൽ ഹദീസ് ബഅദ സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിക്ക് ശേഷം പിന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഗ്രന്ഥം എന്ന് പരിഗണിക്കപ്പെടുന്ന സ്വഹീഹ് മുസ്ലിമാണ്. അതിന്റെ രചയിതാവാണ് ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ്. ബദഅ ത്വലബൽ ഹദീസ് ഫി ഉംരിഹി സാനി അശർ. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അവ്വലു സമാഇഹി അൽ ഹദീസ മിൻ യഹ്യ ബിൻ യഹ്യ തമീമി. ആദ്യമായിട്ട് അദ്ദേഹം ഹദീസ് പഠിച്ചിട്ടുള്ളത് യഹ്യ ബിൻ യഹ്യ തമീമിയുടെ അടുത്ത് നിന്നാണ്. കാന വാലിദുഹു ഷൈഖൻ മുഅല്ലിമൻ യഖ്സിദുഹുന്നാസു. അദ്ദേഹത്തിന്റെ പിതാവ് വലിയ പണ്ഡിതനും അധ്യാപകനുമായിരുന്ന ജനങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്ന, അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് വരുന്ന നിലക്കുള്ള പണ്ഡിതനായിരുന്നു. ഖദ് റഹല ഫി തലബിൽ ഹദീസ് ഇലൽ ഹിജാസ് വൽ മദീന അൽ മുനവ്വറ വമക്കത അൽ മുകറമ വൽ ഇറാഖ് വശാം വമിസ്ർ വറൈ. ഈ പ്രദേശങ്ങളിലൊക്കെയും, ഹിജാസ് സൗദി അറേബ്യ. സൗദി അറേബ്യക്ക് അറബികളൊക്കെ പ്രത്യേകിച്ച് മിസ്രികളും അല്ലാത്തവരൊക്കെ ഹിജാസ് എന്നേ പറയുള്ളൂ. ഇപ്പൊ വന്നാണല്ലോ മംലക്കത്ത് അറബിയത്ത് സൗദിയ എന്നൊക്കെ. അപ്പോ ഹിജാസിലേക്കും മദീന മുനവ്വറയിലേക്കും മക്കൽ മുക്കറമയിലേക്കും ഇറാഖിലേക്കും ഷാമിലേക്കും ഈജിപ്തിലേക്കും റയ്യിലേക്കും ഒക്കെയും അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് യാത്ര നടത്തിയിട്ടുണ്ട്. ധാരാളം ഇസ്ലാമിക രാജ്യങ്ങൾ ഈ യാത്രക്കൊടുവിൽ അദ്ദേഹം കറങ്ങിയിട്ടുണ്ട്. ജമാഅ യസീദു അല 300,000 ഹദീസ്. 300,000 പറഞ്ഞ എത്ര ഉണ്ടാവും? 300 ലക്ഷം. 300 ലക്ഷം എന്ന് പറയുമ്പോൾ എത്രയാണ്? എത്ര കോടിയാണ്? 3 കോടിയാ? 300 ലക്ഷം. ഓക്കെ, അത്ര ഹദീസുകൾ അദ്ദേഹം ജമഅ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. 3 ലക്ഷം. 3 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ധാരാളം ഉണ്ട് അല്ലെ? നമുക്ക് ആകെ ലഭ്യമായിട്ടുള്ള ഇപ്പൊ നമുക്ക് ആകെ കിട്ടുന്ന ഹദീസിന്റെ എണ്ണം എന്ന് പറഞ്ഞത് എല്ലാം കൂട്ടിയിട്ട് ലൈഫൊക്കെ കൂട്ടിയിട്ട് 10,000-ന്റെ ഒക്കെ പിന്നെ താഹെയാണ്. അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള 3 ലക്ഷത്തിലധികം. എത്രമാത്രം അവർക്കൊക്കെ അറിവുണ്ടായിരുന്നു നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം ഇമാം മുസ്ലിം തിൽമീദ് ഇമാം ബുഖാരി, ഇമാം ബുഖാരിയുടെ ശിഷ്യനായിരുന്നു. വകാന യഖൂലു ലഹു. ഇമാം ബുഖാരി തന്റെ ശിഷ്യനോട് പറയാറുണ്ടായിരുന്നു, ലാ യുബ്ഗിലുക ഇല്ലാ ഹാസിദുൻ. നിന്നോടൊരാൾ ദേഷ്യം വെക്കുമെങ്കിൽ അയാൾ അസൂയക്കാരൻ മാത്രമാണ്. അസൂയക്കാരനല്ലാതെ നിന്നോടൊരാളും ദേഷ്യം വെക്കുകയില്ല. വഅഷ്ഹദു, അത് സാക്ഷ്യം പറയാണ്, ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു. വഅഷ്ഹദു, ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു, ഞാൻ സാക്ഷ്യം നിൽക്കുന്നു. അന്നഹു ലൈസ ഫിദ് ദുനിയാ മിസ്ലുക. ദുനിയാവിൽ നിന്നെ പോലെയുള്ള ഒരാളും തന്നെ ഇല്ല എന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു. അത്രയധികം വലിയ പണ്ഡിതനാണ് എന്ന് ഉസ്താദ് ഇമാം ബുഖാരി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഔഖഫ ഹയാതഹു വഅൻഫഖ അംവാല അബീഹി ലിസ്സഫരി ഫീ തലബിൽ ഇൽം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉപ്പയുടെ എല്ലാ സമ്പത്തും ചിലവഴിച്ചിട്ടുള്ളത് ഹദീസ് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുള്ള യാത്രക്കും വേണ്ടിയിട്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വഖഫ് ചെയ്തിട്ടുള്ളത്.
ഉയിഞ്ഞു വെച്ചിട്ടുള്ളത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജമാഇസ് നമ്മൾ പറഞ്ഞു. അഹദൽ ഹദീസ് അദ്ദേഹം ആരിൽ നിന്നൊക്കെ പിന്നെ ഹദീസ് പഠിച്ചു? അഹ്മദ് ബിൻ ഹബ്ബലിന്റെ അടുത്ത് നിന്ന് പഠിച്ചു റളിയല്ലാഹു അൻഹു. അൽ ഇമാമുൽ ബുഖാരിയുടെ അടുത്ത് നിന്ന് പഠിച്ചു. ഇസ്ഹാഖ് റാഹവിയുടെ അടുത്ത് നിന്ന് പഠിച്ചു. അബൂ സറഅ അർ-റാസിയുടെ അടുത്ത് നിന്നൊക്കെയും അദ്ദേഹം റഹിമഹുല്ലാഹു ബിഹിം അവരിൽ നിന്നൊക്കെയും അദ്ദേഹം ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ജാമിഉ സ്വഹീഹിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജാമിഉ സ്വഹീഹിന്റെ പ്രത്യേകത അതിന്റെ സനദുകളൊക്കെയും വളരെ ഉയർന്ന സനദ്. ഓരോ ഹദീസിനെയും സനദ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഏറ്റവും ഉന്നതമായ സനദുകളുള്ള ഹദീസായിരുന്നു അദ്ദേഹത്തിന്റെ. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ സഹാബി അദ്ദേഹത്തിന് ആ ഹദീസുകൾ അദ്ദേഹത്തിന്റെ ജാമിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദാറുസുന്നത്തി വൽ അവാലി എന്നാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതിനെ ജാമിഉ സ്വഹീഹിനെ കുറിച്ചാണ് എന്ന് പറയാം. തൽമദ അല അബൂ ഈസ മുഹമ്മദ് അത്തിർമിദി വബ്നു ഖുസൈമ. അദ്ദേഹം അബൂ ഈസ അത്തിർമിദിയുടെ അടുത്ത് നിന്നും ഇബ്നു ഖുസൈമയുടെ അടുത്ത് നിന്നൊക്കെയും ശിഷ്യത്വം കരസ്ഥമാക്കിയിട്ടുണ്ട്. നൈസാബൂറിലാണ് അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 261. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് മഹാനവർകൾ അന്നഹു കാന ഫീ മജ്ലിസി മുദാക്കറത്തിൻ ലഹു. ഹദീസുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സദസ്സിലായിരുന്നു. ആ സമയത്ത് ഫദക്കറ അഹദുൽ ജാലിസീന ലഹു, ആ ഹദീസിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഹദീസൻ ലം യഅ്തുർ അലൈഹി, അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു ഹദീസ് പറഞ്ഞു. അപ്പൊ ഫഅസ്വാബഹു ഗമ്മുൻ, അദ്ദേഹത്തിന് ഭയങ്കര വിഷമം, സ്ട്രെസ് അനുഭവപ്പെട്ടു. ലിഅദമി ഉസൂരിഹി അലൽ ഹദീസ്, ആ ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയില്ലല്ലോ എന്നുള്ള കാരണത്താൽ. അങ്ങനെ ഫസഇല പറ്റി അദ്ദേഹം നേരെ തന്റെ വീട്ടിലേക്ക് പോയി. അനാറ സിറാജ, വിളക്ക് കത്തിച്ചു. വഅഗ്ലഖ അലാ നഫ്സിഹി യബ്ഹത്തു അനിൽ ഹദീസ്, ആ ഹദീസ് തെരഞ്ഞുകൊണ്ട് അദ്ദേഹം ഡോറൊക്കെയും പൂട്ടിട്ടു, ആ വീട് പൂട്ടിട്ടു. യഅ്കുലു തംറ, എന്നിട്ട് ആകെ അദ്ദേഹം കഴിക്കുക ഈത്തപ്പഴം മാത്രമാണ്. ഹത്താ അക്കല സുല്ലത്തിന്, ഒരു കൊട്ട അദ്ദേഹം അറിയാതെ ദൂന യന്തബിഹ നഫ്സി, അദ്ദേഹം സ്വന്തം കോൺഷ്യസ് അല്ല, അൺകോൺഷ്യസ് ആയിരുന്നു. അദ്ദേഹം ഹദീസ് തിരയുന്നതിനിടയിൽ ഇതെത്രണ്ട്, ഈത്തപ്പഴം എത്ര ഉണ്ട് എന്നൊന്നും അറിയണില്ല. അങ്ങനെ ഒരു കൊട്ട ഈത്തപ്പഴം അദ്ദേഹം തിന്നുപോയി. വബി സബബി ദാലിക തഖുല വമറദ, അദ്ദേഹത്തിന് ഈ ഇത്ര അധികം ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് പ്രശ്നമാണ്. ഷുഗറൊന്നും ഇല്ലെങ്കിലും തന്നെ ഒരു കൊട്ട ഈത്തപ്പഴം തിന്നു പറയുമ്പോൾ ആകെ പ്രശ്നമല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് രോഗബാധിതനായി അങ്ങനെ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എത്രമാത്രം ഒതന്റിക് ആണ് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഒന്ന് അൽ ജാമിഉ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അൽ ജാമിഉ എന്നുള്ള അൽ ജാമിഉ. അൽ ജാമിഉ അൽ കബീർ അലൽ അബ്വാബ്, അൽ മുസ്നദ് അൽ കബീർ അല അസ്മാഇർ റിജാൽ, കിതാബുൽ ഇലൽ, ഔഹാമുൽ മുഹദ്ദിസീൻ, കിതാബുൽ തമയ്യിസ്. ഇനി സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർഹുകൾ നോക്കുകയാണെങ്കിൽ ഇമാം നബവിയുടെ പിന്നെ ഷർഹ് മുസ്ലിമാണ്. അൽ മിൻഹാജ് എന്ന് പറയുന്ന ഇമാം നബവി എല്ലാവർക്കും അറിയാം. ഷാഫി പിന്നെ മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫഖീഹാണ് ഇമാം നബവി. അദ്ദേഹത്തിന്റെ മിൻഹാജ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹീഹ് മുസ്ലിമിന്റെ ഷർഹ്. പിന്നെ ഇക്മാലുൽ മുഹമ്മദ് ബിൻ ഖലീഫ അൽ മഅറൂഫ് ബില്ലാബി. ഇനി അടുത്തത് ജാമിഉ തിർമിദിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അബൂ ഈസ തിർമിദിയുടേതാണ്. ഹിജ്റ 209 ജനിക്കുന്നു, 279 വഫാത്താകും. സമകാലികരാണ്. ഇമാം പിന്നെ മുസ്ലിമായിട്ടൊക്കെയും ഒരേ കാലക്കാരാണ്, ഒരേ പ്രായക്കാരാണെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇമാം അബൂ ഈസ മുഹമ്മദ് ബിൻ ഈസ തിർമിദി തിർമിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. സന 239 ആരുടെയോ മൈക്കോൺ കേട്ടോ, രഹന എന്ന് പറയുന്ന ഒരാളുടെ മൈക്കോണാണ്. ഹിയ മദീനത്തുൻ മഷ്ഹൂറത്തുൻ തഖൗ ഫി ഉസ്ബെക്കിസ്ഥാൻ, ഇതും ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്ഥലം തന്നെയാണ് തിർമിദ് എന്ന് പറയുന്നത്. ഫതഹൽ മുസ്ലിമൂന ഫി ഖിലാഫത്തി അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഉമവി ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ആ പ്രദേശം കീഴടക്കിയതാണ്. ഹുവ മുസന്നിഫ് കിതാബ് അൽ ജാമിഉ അൽ മഅറൂഫ് ബി സുനൻ തിർമിദി, അദ്ദേഹമാണ് സുനൻ തിർമിദിയുടെ രചയിതാവ്. അദ്ദേഹം ബുഖാരി ഇമാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ആണ് അദ്ദേഹത്തിന്റെ ആദ്യകാല ശൈഖുമാരിൽപ്പെട്ട ഒരാള്. അദ്ദേഹം ഖുറാസാനിലേക്കും ഇറാഖിലേക്കും ഹറമൈൻ മക്ക മദീനയിലേക്കും ഒക്കെയും അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര പോയിട്ടുണ്ട്.
അദ്ദേഹം ഷാറക്കൽ ഇമാം അൽ ബുഖാരി വൽ ഇമാം മുസ്ലിമൻ ഫി അക്തരി ശുയൂഖിഹിമ. ഇമാം ബുഖാരിയോടും ഇമാം മുസ്ലിമിനോടും അദ്ദേഹത്തിന്റെ ഷെയ്ഖമാരിൽ, അതായത് ഇവരുടെ മൂന്ന് പേരുടെയും ഷെയ്ഖമാര് പലപ്പോഴും ഒന്നായിരുന്നു. അതായത് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെ ഒക്കെ ഷെയ്ഖും ഇദ്ദേഹത്തിന്റെയും ഷെയ്ഖ്, കാരണം ഇവരൊക്കെയും ഒരു കാലക്കാരായിരുന്നല്ലോ. സാഖിർ റാഹവി മൂന്ന് പേരുടെയും ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ സുനൻ തിർമിദി നോക്കുകയാണെങ്കിൽ അത് ജാമിയ തിർമിദി എന്നും പറയും, സുനൻ തിർമിദി എന്നും പറയും. സുനൻ തിർമിദി എന്നും പേരുണ്ട്, ജാമിയ തിർമിദി എന്നും പേരുണ്ട്. അഷ്ഹറു മുഅല്ലഫാത്ത് തിർമിദി, തിർമിദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ്. വഹുവ മിൻ കുതുബി സിഹാഹി സിത്ത, സിഹാഹി സിത്തയിൽപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് തിർമിദി, ജാമിയ തിർമിദി എന്ന് പറയുന്നത്. അതിലെ ഹദീസുകളുടെ എണ്ണം 3956 ആണ്. 3956 ഹദീസുകളാണ് ജാമിയ തിർമിദിയിലുള്ളത്. ഇതില് ധാരാളം ബാബുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഫിഖ്ഹി ഓർഡറിലാണ് ഇതിന്റെ എന്താ പറയാ ബാബുകളുടെ ഓർഡർ ഉള്ളത്. അതുകൊണ്ടാണ് സുനൻ അതിന്റെ പേര് തന്നെ വരാൻ കാരണം. تضمن الحديث مصنفا على الابواب والفقه وعلل الحديث ويشتمل على بيان صحيح من السقيم. സഹീഹ് ഏതാണ്, സഖീം എന്ന് പറഞ്ഞാൽ ദഈഫ്, ദഈഫ് ഏതാണ്, സ്വഹീഹ് ഏതാണെന്നൊക്കെ ശരിക്കും വിശദീകരിച്ച് പറയും. വമാ ബൈനഹുമാ മിനൽ മറാത്തിബി, അതിനിടയിലുള്ള മർത്തബകൾ പറയും. വഷ്തുറൽ അസ്മാഇ വൽ കുന, അതുപോലെ തന്നെ ഈ റിജാലകളുടെ അസ്മാഇ ശരിക്കും പറയും, അവരുടെ കുനിയത്ത് പറയും. അതൊക്കെ വളരെ പ്രധാനമാണ്. ഈ ഇൽമു റിജാലൊക്കെ വളരെ പ്രധാനമാണ് ഹദീസിൽ. വാല തഅദീരി വ തജ്രീഹ്, ജർഹ് തഅദീലൊക്കെ ശരിക്കും പറയും. ആ നിലക്കുള്ള ഒരു ഗ്രന്ഥമാണ് ജാമിഉ തിർമിദി. അദ്ദേഹത്തിന്റെ മറ്റു രചനകൾ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രചനയാണ് അശ്ശമാഇലുൽ മുഹമ്മദിയ്യ. ഷമാഇൽ തിർമിദി എന്നും അത് അറിയപ്പെടാറ്. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊത്തം ഷമായിലുകൾ അതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. മിതങ്ങളുടെ നരച്ച മുടിയുടെ എണ്ണം പോലും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നബിതങ്ങളുടെ പിന്നെ ശരീരാകൃതികളും നബിതങ്ങളുടെ ഇരുത്തവും നബിതങ്ങളുടെ പിന്നെ നടത്തം തുടങ്ങി എല്ലാം വിശദമായിട്ട് 55 ബാബുകളിലായിട്ടാണ് അദ്ദേഹം അതിനെ ക്രമീകരിച്ചത്. മൈക്ക് ഓണാണ് പലരുടെയും. മൈക്ക് ഒന്ന് മ്യൂട്ടാക്കണം. സമീറ എന്നവര്. പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളവിടെ മൈക്ക് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ പറയുന്ന പലതും ചിലപ്പം കൊണ്ട് കേട്ടുന്ന വരും, പലരും കേൾക്കും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. 55 ബാബുകളിലായിട്ടാണ് ഷമായിൽ അദ്ദേഹം രചന നടത്തിയിട്ടുള്ളത്. 397 ഹദീസുകൾ ഷമായിലുണ്ട്. നബിയുടെ ജീവചരിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഷമായിൽ. അതിൽ അദ്ദേഹം നബി തങ്ങളുടെ ഔസ്വാഫുകളെ മൊത്തം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഇൽലു തിർമിദി അൽ കബീർ, അൽ ഇൽലു സ്വഗീർ, അൽ സുഹദി, കിതാബ് തഫ്സീർ, കിതാബ് താരീഖ്, കിതാബുൽ അസ്മാഇ വൽ കുന, ഇതൊക്കെയും അദ്ദേഹത്തിനായിട്ടുണ്ട്. അടുത്തതാണ് അബൂദാവൂദ് സജസ്താനിയുടെ സുനനു അബി ദാവൂദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അബൂദാവൂദ് എന്നവർ പിന്നെ ജനിച്ചിട്ടുള്ളത് 202-ലാണ്, വഫാത്തായിട്ടുള്ളത് 275. ഇവരൊക്കെയും ഒരേ കാലഘട്ടക്കാരാണ് അല്ലെ. പൂർണ്ണനാമം അബൂദാവൂദ് സുലൈമാൻ അഷ്അത്ത് ബിൻ അംറുൽ അസ്ദി സജസ്താനി. അത് സജസ്താനിലാണ് ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ, അബ്ബാസി കാലഘട്ടത്തിൽ. അവരൊക്കെയും അബ്ബാസികൾ തന്നെയാട്ടോ. അബ്ബാസി കാലഘട്ടത്തിലാണ് ഈ പറയപ്പെട്ടവരൊക്കെയും. അവര് ഖലീഫമാരുടെ കാലഘട്ടത്തിലായിരിക്കുന്നു മാത്രം. 202-ൽ ജനിക്കുന്നത്. ഇവരൊക്കെയും ഒരേ കാലഘട്ടക്കാർ തന്നെയാണ്. അസ്ദ് ഗോത്രത്തിൽപ്പെട്ടതാണ്. യമനിൽ അറിയപ്പെട്ട ഗോത്രമാണ് അസ്ദ് ഗോത്രം. ഇനി അദ്ദേഹത്തിന്റെ സുനൻ അബി ദാവൂദ് എന്ന് പറയുന്ന ഗ്രന്ഥം നോക്കുകയാണെങ്കിൽ അത് അഹദു കുതുബിൽ ഹദീസ് സിത്ത, സിഹാവ് സിത്തയിൽപ്പെട്ട ഗ്രന്ഥമാണ് സുനൻ അബി ദാവൂദ്. സുനനിൽ അർബഅ, 4 സുനനുകളാണുള്ളത്. ഒന്ന് സുനൻ തിർമിദി, മറ്റൊന്ന് സുനൻ അബി ദാവൂദ്, മറ്റൊന്ന് സുനൻ നസായി, മറ്റൊന്ന് സുനൻ ഇബ്നു മാജ. ഈ 4 സുനനുകൾ ഉള്ളത്. മറ്റു 2 സ്വഹീഹുകളാണ്. ഓക്കെ. വഖദ് ബലഗത് അഹാദീസുഹു, അബൂദാവൂദിലെ ഹദീസിലെ സുനൻ അബി ദാവൂദിലെ ഹദീസുകളുടെ എണ്ണം 5274 അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 35 കിതാബുകൾ, കിതാബു സ്വലാത്തി, കിതാബു തഹാറത്ത്, കിതാബു സൗമി, കിതാബ്, അങ്ങനെ ഓരോ കിതാബുകൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 35 കിതാബുകളാണ് അതിലുള്ളത്. കിതാബിന് അവിടെ ബാബ് എന്നുള്ള നിലക്കാട്ടോ. നമ്മളെ
നമ്മളിപ്പോ ബാബ്, ഫസ്ല്, മബഹത്ത് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. അപ്പൊ ഖസ്സമക്കുല്ല കിതാബിൻ ഇലാ അബ്വാബിൻ, ഓരോ കിതാബുകളിലും വ്യത്യസ്തമായ ബാബുകൾ ഉണ്ടാകും. അപ്പൊ അദദുഹ, ടോട്ടൽ ബാബുകളുടെ എണ്ണം, കിതാബുകളുടെ എണ്ണം 35, ബാബുകളുടെ എണ്ണം 1871. പിന്നെ ഈ സുനൻ അബീ ദാവൂദിൽ യഹ്തവി അൽ കിതാബു അലൽ അഹാദീസിൽ മർഫൂഅ വൽ അഹാദീസിൽ മൗഖൂഫ. മർഫൂഅത്ത് മൗഖൂഫത്ത് എന്താന്നുള്ള ഈ മുസ്തലഹുൽ ഹദീസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നത്, സനദ് ചേർക്കപ്പെടുന്നത് മർഫൂആയ ഹദീസാണ്. സ്വഹാബികളിലേക്ക് സനദ് ചേർക്കപ്പെടുന്നത് മൗഖൂഫത്താണ്. അപ്പൊ ഈ ഹദീസുകൾ സ്വഹാബികളിലേക്ക് ചേർക്കപ്പെടുന്നത് സനദെത്തുന്നതുകൊണ്ട് വിധങ്ങളിലേക്ക് സനദെത്തുന്നതുണ്ട്. അതായത് ഫസ്റ്റ് കാറ്റഗറി അല്ല എന്നർത്ഥം, രണ്ടും ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മറ്റു രചനകൾ അൽ മസ്വാഹിബ്, അൽ അദദ്, അൽ മറാസിൽ, അൽ അസാനീദ്, അൻ നാസിഖ് വൽ മൻസൂഖ്, ദുആ, സുഹ്ദ്, ദലായിലുൻ നുബുവ. അടുത്തത് അൽ ഇമാം അൻ-നസായിയുടെ സുനൻ നസായി ആണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അൽ ഇമാം അബു അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ ഷുഐബ് അൻ-നസായി എന്നാണ്. ഹിജ്റ 215 ജനിക്കുന്നു, 303 വഫാത്താകുന്നു. അദ്ദേഹം ഇവരൊക്കെയും സമകാലികരാണ്. അദ്ദേഹം നീസ എന്ന് പറയുന്ന സ്ഥലത്ത്, ഖുറാസാനിൽ നീസ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അവിടേക്കാണ് നിസ്ബ, നസായി എന്നാണല്ലോ, പഴയ ഖുറാസാനി. ഹിജ്റ 215 തുർക്ക്മനിസ്ഥാനിലാണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ആ രാജ്യത്തിന് തുർക്ക്മനിസ്ഥാൻ എന്നാണ് പേര്. അദ്ദേഹം മുഹദ്ദിസാണ്, ഖാളിയാണ്, വലിയ ഹദീസ് ഇമാമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഒന്ന് അസ്-സുനനു സുഗറ, മറ്റൊന്ന് അസ്-സുനനുൽ കുബറ. ഈ അസ്-സുനനുൽ ഇതാണ് സുനനുൽ കുബറയാണ് സുനനുൻ നസായി എന്ന പേരിൽ അറിയപ്പെടുന്നത്. യഅ്തബിറുഹു ബഅദു ഉലമാഇ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിനെ പരിഗണിക്കുന്നത് ഹുവ സാലിസുൽ കുതുബി സിത്ത, സിഹാഹു സിത്തയിലെ മൂന്നാമത്തെ ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ് സുനൻ നസായി. അദ്ദേഹം തൊലബൽ ഇൽമ വൽ ഹദീസ് ഫീ സിഗരിഹി, അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഇൽമു ഹദീസൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഖുറാസാനിലേക്കും ഹിജാസിലേക്കും ഈജിപ്തിലേക്കും ഷാമിലേക്കൊക്കെ പോയി അവസാനം ഈജിപ്തിൽ സെറ്റിൽമെന്റ് നടത്തി, അവിടെ സ്ഥിരതാമസമാക്കി. പിന്നീട് ഈജിപ്തിൽ നിന്ന് ഹിജ്റ 302 പുറപ്പെടുന്നു, 303 അദ്ദേഹം വഫാത്താകും. അദ്ദേഹം ഫലസ്തീനിലെ റംല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് വഫാത്താകുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അൽ മുജ്തബ മിന സുനനി അസ്സുഗറ. അദ്ദേഹം അനൽ ഇമാം നസായി സ്വന്നഫ അവലൻ കിതാബഹു അസ്-സുനൽ കുബ്ര. ആദ്യം അദ്ദേഹം സുനൽ കുബ്രയാണ് രചിച്ചിട്ടുള്ളത്. ആദ്യം അദ്ദേഹം രചിച്ച ഗ്രന്ഥം അസ്-സുനൽ കുബ്രയാണ്. പിന്നീട് അദ്ദേഹം തുമ്മ ദഹബ ഹാദൽ കിതാബ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഫജാ കിതാബുൽ മുജ്തബ, പിന്നെയാണ് സുനൻ സുഗറ അല്ലെങ്കിൽ അൽ മുജ്തബ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുള്ളത്. മറ്റു രചനകൾ അൽ-ദുഅഫാ ഉൽ മത്രൂകൂൻ, ഫളായിലു സ്വഹാബ, ഖസായിസ് അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ്, ഫഊദിയ ബിസബബി ദാലിക. ഈ ഗ്രന്ഥം കാരണത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനത്തെ സിഹാഹു സിത്തയിൽ അവസാനത്തെ ഗ്രന്ഥമാണ് സുനനു ഇബ്നു മാജ, ഇബ്നു മാജയുടെ സുനൻ. ഇബ്നു മാജ അൽ ഖസ്വീനി വൽ ഇമാം അബു അബ്ദില്ല മുഹമ്മദ് ബിൻ യസീദ് ഇബ്നു മാജ അൽ ഖസ്വീനി ഹിജ്റ 209 ജനിക്കുന്നു, 273 വഫാത്താകും. ഒരേ കാലമാണ് ഇവരൊക്കെ. ഇവരുടെ ഖസ്വീൻ, ഖസ്വീനിലാണ്, അതായത് ഇറാനിലെ ഒരു പട്ടണമാണ് ഖസ്വീൻ. ഹിജ്റ 209 അദ്ദേഹം മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, ചരിത്രകാരനാണ്, ഹദീസ് വിജ്ഞാന ശാഖയിലെ ഒരു പ്രധാനപ്പെട്ട ഇമാമ് കൂടിയാണ്. കാരണം ഹാഫിലൻ, അദ്ദേഹം ധാരാളം, ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഹദീസ് മനപ്പാടുള്ളവർക്കാണ് ഹാഫിൽ എന്ന് പറയാം. അപ്പൊ നമ്മളെ നാട്ടിൽ ഖുർആൻ മനപ്പാടുള്ളവർക്കാണ് ഹാഫിൽ എന്ന് പറയാം. അതിന് അവർ ഖാരി എന്ന് പറയാം. അപ്പൊ അവര് ഹദീസ് കാണാതെ, ധാരാളം ഹദീസുകൾ കാണാതെ, ഒരു നിശ്ചിത ഹദീസ് ഉണ്ട്, അത് കാണാതെ അറിയുന്നവർക്ക് ഹാഫിൽ എന്നാണ് അവർ പറയുക. അദ്ദേഹം നാഖിദായിരുന്നു, ധാരാളം വലിയ വിശാലമായ വിജ്ഞാനത്തിന് ഉടമയായിരുന്നു. ഷാഫി മദ്ഹബികാരനായിരുന്നു അദ്ദേഹം വിജ്ഞാനത്തെ തേടി പേർഷ്യയിലേക്കും ഇറാഖിലേക്കും മക്കയിലേക്കും ഈജിപ്തിലേക്കും ഷാമിലേക്കൊക്കെയും യാത്ര പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം, അദ്ദേഹം വിട്ടേച്ചു പോയിട്ടുള്ള ഏറ്റവും പ്രധാന മിൻ അഹമ്മി മാ ഖലഫൽ ഇമാം കിതാബ് അസ്-സുനൻ. അസ്-സുനൻ അതായത് സുനൻ ഇബ്നു മാജ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഹുവ യുഅദ്ദു ലിമ്ന അഹമ്മി സിത്തത്തി മുസന്നഫാത്തിനിൽ ഹദീസ് നബവി. ഹദീസ് വിജ്ഞാന ശാഖയിലെ 6 പ്രധാന ഗ്രന്ഥങ്ങളിലെ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് സുനൻ ഇബ്നു മാജ.
അദ്ദേഹം ധാരാളം നാട്ടിലേക്ക് യാത്ര പോയി. കൂഫ, ഷാം, ഡമസ്കസ്, ഈജിപ്ത്, ഹിജാസ് തുടങ്ങിയ അദ്ദേഹം 15 വർഷത്തിലധികം വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ഗ്രന്ഥം അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുള്ളത്. അവസാനം ഖസ്വീനിലേക്ക് മടങ്ങി വന്നിട്ടാണ് അദ്ദേഹം ഗ്രന്ഥം പൂർത്തീകരിക്കുന്നത്. വസ്തഗറഖത് അക്തറ മിൻ 15 ആമൻ ഖതമഹാ ബിൽ ഔദതി ഇലാ ഖസ്വീൻ. അദ്ദേഹത്തിന്റെ സുനനെ തർത്തീബാക്കിയിട്ടുള്ളത് ഫിഖ്ഹിന്റെ ഓർഡറിലാണ്. കിതാബു തഹാറത്ത് മുതൽ തുടങ്ങിയിട്ട് കിതാബു സ്വലാത്ത്, അങ്ങനെ കിതാബു സ്വം, അങ്ങനെയാണ്. സ്വഹീൽ ബുഖാരിക്ക് നോക്കുകയാണെങ്കിൽ കിതാബുൽ ഈമാനേക്കും തുടങ്ങാം, അല്ലെങ്കിൽ കിതാബു ഫദിൽ വഹിയോ, അങ്ങനെ കിതാബുൽ ഈമാനാണ് തോന്നുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാ തുടങ്ങി. ഫീഹി, ഈ സുനൻ ഇബ്നു മാജയിലുണ്ട് അസ്സഹീഹു വൽ ഹസനു വൽ ലഈഫ്. സ്വഹീഹ് ഹദീസും ഉണ്ട്, ഹസനുണ്ട്, ലഈഫ് ഒക്കെ ഉണ്ട്. തൂഫിയ ഫി റമദാൻ, റമദാനിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ബി ഖസ്വീൻ സന 273 ഹിജ്രി. അദ്ദേഹത്തിന്റെ മറ്റ് ഗ്രന്ഥങ്ങൾ കിതാബു സുനൻ, തഫ്സീർ ഹാഫിൽ ഖുർആൻ കരീം, താരീഖുൽ മുംതാസ് അർറഖ ഫിഹി മൻ ആസറ സ്വഹാബത ഇലാ അസ്രിഹി. അദ്ദേഹത്തിന്റെ താരീഖിൽ അദ്ദേഹം സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെ ഉണ്ടായിട്ടുള്ള ആളുകളുടെ ചരിത്രം, ബയോഗ്രഫി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനിപ്പിക്കാം. പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കറക്റ്റ് ഉത്തരം ടൈപ്പ് ചെയ്യാം. യതളമ്മനു സുനനു ഇബ്നു മാജ, സുനനു ഇബ്നു മാജയിൽ അടങ്ങുന്നത് എന്താണ്? അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? الأحاديث الصحيحة فقط، الأحاديث الصحيحة والحسنة والضعيفة، الأحاديث الضعيفة والحسنة، الأحاديث الضعيفة. കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ചോദ്യം ഉള്ളത്. പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യാം. സെഷൻ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സഹീഹും ഉണ്ട്, ഹസനും ഉണ്ട്, ലൈഫും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യന്തമി ഇബ്നു മാജ ഇലാ ഡാഷ്. ഇബ്നു മാജ ഏത് മദ്ഹബുകാരനാണ് എന്നാണ് ചോദ്യം. പെട്ടെന്ന് ഉത്തരം ചെയ്യാട്ടോ. ഓക്കെ, ഗുഡ്. എല്ലാവരും ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് കറക്റ്റ്. നെക്സ്റ്റ്, മൻ ഹുവ സാഹിബു അൽ-ദുഅഫാഉ വൽ മത്റൂകൂൻ. അൽ-ദുഅഫാഉ വൽ മത്റൂകൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഓഥർ ആരാണ്? രചയിതാവ് ആരാണ്? പെട്ടെന്ന് പറഞ്ഞോളിട്ടോ. ഉറപ്പില്ലാത്താണെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ. ഓക്കെ, സി ആണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം. ഉത്തരം സി തന്നെയാണ്, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇനി സെഷൻ വൈൻഡപ്പ് ചെയ്യല്ലേ? ഒന്നും പറയാനൊന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ നടത്തി ആയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. ഇതിൽ ഈ ഹദീസുകളെ കുറിച്ച് അത്ര ആയത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതില്ല. പരീക്ഷ ഓറിയന്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് മറ്റുള്ള ഏരിയകളിൽ നിന്നാണ് കൂടുതലായിട്ടും ആയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരിക. അപ്പൊ ഇതിൽ ഏറെക്കുറെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള തന്നെ ചോദ്യം വരില്ലേ. അത്ര ആയത്തിലേക്കൊന്നും പോയിട്ട് ചോദിക്കാറില്ല നിലവിൽ. ഇതുവരെ അങ്ങനെ അത്ര ആയത്തിലേക്ക് പോയിട്ടൊന്നും ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ മുസ്തലഹുൽ ഹദീസ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സ്വഹീഹ്, എന്താണ് ദഈഫ്, എന്താണ് ഹസന്, ഹസനുൽ ദാത്തിഹി ഉണ്ട്, ഹസനുൽ ഗൈരിഹി ഉണ്ട്, മർഫു എന്താണ്, മൗഖൂഫ് എന്താണ്, മുർസൽ എന്താണ്, അതുപോലെ പിന്നെ മുഅല്ലൽ എന്താണ്, അങ്ങനെയുള്ള കുറെ ടെർമിനോളജി ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കണം. അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സിൽ പറയപ്പെട്ട സിഹാഉ സിത്തയും അതിന്റെ പിന്നെ രചയിതാക്കളും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇമാം മാലിക് തങ്ങളുടെ മുവത്ത സിഹാഉ സിത്തയിൽ പെടുന്നില്ല എന്നുള്ള കാര്യമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം, ലക്ഷണമൊത്ത ഹദീസ് ഗ്രന്ഥം എന്ന് പറയുന്നത്. പക്ഷെ അത് സിഹാഉ സിത്തയിൽ പെടുന്നില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും വബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.